അജ്മീറിൻ്റെ മലമടക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന താക്ക ഷരീഫ് ദർഗയിലേക്ക് കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുവഴികളിലൂടെ മലകൾ താണ്ടി ഒമ്നി വാനിൽ ഓഫ് റോഡ് ട്രക്കിങ്ങും ചെയ്ത് താക്കി സാക്കി സർക്കാരിൻ്റെയും നൂറുകണക്കിന് ശുഹദാക്കളുടെയും ചാരത്തേക്ക്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 362ാമത്തെ എപ്പിസോഡ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ അജ്മീർ സിയാറത്ത് യാത്രയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അജ്മീറിൽ തന്നെയുള്ള താക്ക ഷരീഫ് ദർഗയെക്കുറിച്ചാണ്. ഇത് അജ്മീറിലെ താരാഗഡ് മലയിലേക്ക് നടന്നു കയറുന്ന വഴിയാണ്. ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. താരാഗഡ് അവിടുത്തെ മലമുകളിലുള്ള മക്കാമും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള മലമുകളിലുള്ള മറ്റൊരു മക്കാമായ താക്ക ഷരീഫ് ദർഗയുമാണ് ഇന്ന് നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ താക്ക ഷരീഫിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. താരാഗഡ് ആയാലും അജ്മീറിലെ മറ്റു ദർഗകളായാലും അതൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോകൾ ഒരുപാട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ താരാഗഡിലേക്ക് നടന്നു കയറുമ്പോൾ ഏകദേശം പകുതിയോളം കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് താക്ക ഷരീഫിലേക്ക് പോവുക. അത്യാവശ്യം ദുർഘടമായ, പോകാൻ വളരെ പ്രയാസമുള്ള വഴികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ താരാഗഡിലേക്ക് ആദ്യം പോയി അവിടെ സിയാറത്ത് ചെയ്ത് അവിടെ നിന്നൊരു വണ്ടിയിലാണ് നമ്മൾ താക്ക ഷരീഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. താരാഗഡിൽ നിന്ന് കാക്ക ഷരീഫ് പോയി അവിടെ നിന്ന് അജ്മീറിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 150 രൂപയാണ് ചാർജ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഒമ്നിയിൽ നമ്മളിപ്പോൾ താരാഗഡ് മല ഇറങ്ങി ഇനി കാക്ക ഷരീഫിലേക്കുള്ള മല കയറാൻ വേണ്ടി ആ റോട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അജ്മീറിലെ ഒരുപാട് പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ നമുക്ക് മറ്റൊരു മക്കാമ് കൂടി കാണാം. ഇവിടുന്ന് പിന്നെ ഫുള്ള് ഓഫ് റോഡാണ്. നമ്മളാണെങ്കിൽ ഒമ്നിയിലാണിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് വണ്ടി വിളിക്കുമ്പോൾ തന്നെ അധിക വണ്ടിക്കാർ ഇങ്ങോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ ഈ ഒരു ഒമ്നി നമുക്ക് കിട്ടി. അങ്ങനെയാണ് പോണത്. അവരപ്പം തന്നെ പറയുന്നുണ്ട് റോഡില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല. അവിടെ വന്ന് നോക്കുമ്പോൾ തീരെ റോഡില്ലാത്ത ഓരോ ഏരിയകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം നമുക്കിതാ ആ കാഴ്ചകൾ കണ്ട് ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ മല കയറാം. അജ്മീറിലെത്തുന്ന അധികം ആളുകളും എത്തിപ്പെടാത്ത തീർത്തും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു മലമുകളിലാണ് ഈ മക്കാമുള്ളത്. നമുക്ക് പിന്നെ വണ്ടിക്കൊക്കെ നമ്മൾ താരഘട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ മക്കാമിൻ്റെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. ഇനി നടന്നുകൊണ്ടാണ് ഈ മക്കാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച താരാഗഡ് വഴിയിൽ നിന്ന് മാറിയിട്ട് ആ വഴിയിലൂടെ വന്നാൽ ഒരുപാട് നല്ല കാഴ്ചകളും മഴക്കാലത്താണെങ്കിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. ഏകദേശം 3 മണിക്കൂറോളം നടന്ന് കയറാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും കട്ടറിലും പിന്നെ പാറക്കെട്ടിനുള്ളിലൊക്കെ കുടുങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി ഉന്തി തള്ളിയിട്ടൊക്കെയാണ് നമ്മൾ മുകളിലേക്ക് കയറിയത്. ഈ വഴിയിലൂടെയൊക്കെ മഴക്കാലത്ത് വരികയാണെങ്കിൽ വേറൊരു വൈബാണ് ഇക്കാരം. ഇപ്പോൾ പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഉണങ്ങിയിട്ടുള്ളൊരു അവസ്ഥയാണ് കാണാനുള്ളത്. ഭയങ്കര ഇവിടെയൊക്കെ കണ്ടില്ല, നല്ല തിങ്ങി നിറഞ്ഞ കാടുകളാണ് രണ്ട് ഭാഗത്തും. അവസാനം നമ്മളിതാ മക്ബറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ബഹുമാനപ്പെട്ട താക്കി സാക്കി ദർഗ ഷരീഫ്. താക്ക ഷരീഫ് എന്ന് പറയാറുണ്ട്, താക്ക സാക്കി ദർഗ എന്ന് പറയാറുണ്ട്, കാക്ക ഷരീഫ് എന്നും ചിലർ പറയാറുണ്ട്. ഇവിടെ നമുക്ക് മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ മഹദിയായ ഹാഫിള ജമാല റളിയല്ലാഹു അൻഹ അവർ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയൊരു സ്ഥലം ആ വലിയ പാറക്കെട്ടുകൾക്ക് ഇടയിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള കാട് മൂടിക്കിടന്ന ഇത്തരത്തിലുള്ള നിഗൂഢമായ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അവർ ഇബാദത്തിലേക്ക് കഴിഞ്ഞുകൂടിയിരുന്നത്. ആ ഭാഗത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നുകൊണ്ട് കയറി വരുന്നതും. അപ്പോൾ നമുക്ക് നടന്നു വരുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് നേരിട്ട് പോയി സിയാറത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് താഴ്ചയിലേക്ക് ഇറങ്ങി പോകണം അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മഹാനായ ഖിളിർ നബി അലൈഹി ഇസ്ലാം ഇബാദത്ത് ചെയ്ത സ്ഥലം അതിന് കുറച്ച് താഴ്ഭാഗത്തായിട്ടുണ്ട്. ഖിളിർ നബി അലൈഹി ഇസ്ലാം മഹദിക്ക് വുളൂ ചെയ്യാൻ ആവശ്യമായ വെള്ളം തയ്യാർ ചെയ്തു കൊടുത്ത ഒരരുവിയും അതിൻ്റെ താഴ്ഭാഗത്തുണ്ട്. അതൊക്കെ നടന്നു വരുന്ന സമയത്താണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പം നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട താക്കി സാക്കി സർക്കാർ റളിയല്ലാഹു അൻഹുമ അവരുടെ മക്കാമ് സിയാറത്ത് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ പോണത്. ഇവിടെയാണ് അവരുടെ മക്ബറ. ഇതാണ് താക്കി
റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ ഉള്ളത്. ഇവർ യമനിൽ നിന്ന് ആണ് എന്നും അല്ല മദീനയിൽ നിന്നാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതാണ് സാക്കി ബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ സാക്കി സർക്കാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗ. ഈ രണ്ട് ദർഗയുടെ ഈ രണ്ട് മഹാന്മാരുടെ പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അവർ ഉപയോഗിച്ച വാളാണ് ഈ കാണുന്നത്. ബഹുമാനപ്പെട്ടവർ ഈ മഹാന്മാർ ഇവിടെ അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പ് എത്തിയവരാണ്. അന്നത്തെ രാജാക്കന്മാരോട് പടപൊരുതി ഷഹീദായവരാണ്. ഇവിടെ അവരുടെ അമ്മാവന്മാരുടെ മക്ബറയാണുള്ളത്. മാമു സാബ് ദർഗ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അന്നത്തെ ശത്രുക്കളോട് പടപൊരുതിയിട്ട് ഷഹീദായ 100 കണക്കിന് ശുഹദാക്കന്മാർ ഇതിൻ്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇത് ഇവിടെ അജ്മീറിലൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കുന്നത് പോലെയുള്ള കഞ്ഞി വെക്കുന്നൊരു ചെമ്പാണ്. അതിന് നേരെ ഇപ്പുറത്ത് നമുക്ക് ഈ കെട്ടിനകത്താണ് 100 കണക്കിന് ശുഹദാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് അവരുടെ മഖബറകൾ ഇവിടെ കാണാൻ കഴിയും. അള്ളാഹു ഇവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇരു ലോകത്തും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ അജ്മീറിൽ വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് അധികം ആരും സിയാറത്ത് ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ സമയത്തിനനുസരിച്ച് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക. നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വണ്ടി കിട്ടും. ഒരാൾക്ക് 100 രൂപയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 200 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ സിയാറത്ത് ചെയ്ത് നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.